മുഹസിൻ മുബാറക് മുലാനി കർണാടക ഗുൽബർഗിയിലെ ഓട്ടോ ഡ്രൈവറാണ്. പക്ഷേ വരുമാനത്തിനൊത്ത ജീവിതമല്ല, നല്ല ആഡംബര ജീവിതമാണ് മുഹസിൻ മുബാറക്കിൻ്റേത്. എങ്ങനെയാണെന്നല്ലേ? വ്യാഴമായാൽ ഇയാൾ കർണാടക ഗുൽബർഗിയിലെ വീട്ടിൽ നിന്നിറങ്ങും. ട്രെയിനിൽ തമിഴ്നാട്ടിലേക്കോ കേരളത്തിലേക്കോ പോകുന്നത് മോഷ്ടിക്കാനാണ്. പള്ളികളിൽ മാത്രമേ മോഷ്ടിക്കൂ. ഭണ്ഡാരങ്ങൾക്ക് പുറമെ ഓഫീസിലെ പണവും കവരും. മോഷണം കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നിൽക്കില്ല. അടുത്ത ട്രെയിനിൽ നാട്ടിലേക്ക്. 2024 ഡിസംബർ മാസം 14-ാം തീയതി ഇയാൾ പാലക്കാട്ടേക്കെത്തി. അന്ന് മഞ്ഞക്കുളം പള്ളിയിലാണ് മോഷണം നടന്നത്. 2 ലക്ഷം കവർന്ന ഇയാൾ നാട്ടിലേക്ക് മടങ്ങി. ആദ്യഘട്ടത്തിൽ ഒരു CCTV ദൃശ്യം മാത്രമേ പാലക്കാട് സൗത്ത് പോലീസിന് ലഭിച്ചിരുന്നുള്ളൂ. പിന്നീട് പാലക്കാട് സൗത്ത് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണം എത്തി നിന്നത് മുഹസിൻ മുബാറക്കിൽ. ഇയാളുടെ ഓരോ ചുവടുകളും പോലീസ് നിരീക്ഷിച്ചു. പിടിക്കപ്പെട്ടില്ലെന്ന അമിത ആത്മവിശ്വാസത്തിൽ വീണ്ടും ഇയാൾ മോഷണത്തിനായി പാലക്കാട്ടേക്ക് വണ്ടി കയറി. പക്ഷേ വന്നിറങ്ങിയത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് ഒരുക്കിയ കെണിയിലേക്ക്. നിരവധി തവണ ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിലും പിടിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ്. പാലക്കാട് സൗത്ത് CI ആദം ഖാന്റെ നേതൃത്വത്തിൽ SI ഐശ്വര്യ അടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.